പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ്. മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സ്റ്റേഡിയം നടത്തിപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ AP അനിൽകുമാർ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്താം എന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അധികൃതർ സമ്മതിച്ചു. 2 കോടി ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. സ്കൂൾ അധികൃതരും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നിബന്ധനകളിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകളിൽ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു. ഇത് പ്രധാനമായും നിർമ്മാണം പൂർത്തിയായാൽ സ്റ്റേഡിയത്തിന് നടത്തിപ്പ് അവകാശവുമായി ബന്ധപ്പെട്ടായിരുന്നു. നടത്തിപ്പ് അവകാശം വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു സ്കൂൾ അധികൃതരുടേത്. ഭിന്നാഭിപ്രായം ഉയർന്നതോടെ കഴിഞ്ഞയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യം ബോർഡിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ MLAയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്ക് ഹാളിൽ വെച്ച് യോഗം ചേർന്നത്. വണ്ടൂർ VMC ഹൈസ്കൂളിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ആരംഭിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത്. ബാസ്കറ്റ്ബോള്, അതുപോലെ ഷട്ടിൽ, വോളിബോൾ തുടങ്ങി കുട്ടികൾക്ക് വിവിധ സ്പോർട്സ് ഇനങ്ങളിൽ കളിക്കാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കും. ആവശ്യമായ ഫണ്ട് തന്നെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ സ്പോർട്സിന് പരമാവധി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം.